യുദ്ധത്തിന്റെ ആദ്യത്തെ 7 ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഇറാന്റെ IRGCയുടെ വക്താവ് എന്ന് പറഞ്ഞു, ഇതുവരെ ഞങ്ങൾ യൂസ് ചെയ്തത് ഒക്കെ കാലഹരണം ചെയ്യപ്പെട്ട, അതല്ലെങ്കിൽ ഞങ്ങൾ തുരുമ്പിച്ച് ഒഴിവാക്കാനാക്കി വെച്ചിട്ടുള്ള ഡ്രോണുകളും മിസൈലുകളും മാത്രമാണ്. ഇനി ഞങ്ങൾ ഞങ്ങളുടെ യഥാർത്ഥ മിസൈൽ അതായത് മിസൈൽ സിറ്റി ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഇനി ഞങ്ങൾ അടിക്കാൻ പോകുന്നത് നിങ്ങൾ പോലും കണ്ടിട്ടില്ലാത്ത, ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് ആയിരിക്കും ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് പോലും ട്രംപും നെതന്യാഹും അത് മുഖവിലക്കെടുത്തില്ലെങ്കിൽ അത്ര ഒരു വിശ്വാസം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ടെലവീവിലും ജെറുസലേമിലും ഹൈഫയിലും മറ്റ് US ബേസുകളിലും പൊട്ടിച്ചതും പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതും കത്തിച്ചാമ്പലായിരിക്കുന്നതും ഈ പറഞ്ഞ ആ ഒരു വെപ്പൺസ് കൊണ്ടായിട്ടുണ്ട്. ഏതാണെങ്കിലും നെതന്യാഹുവിനോ ട്രംപിനോ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. നെതന്യാഹു ബങ്കറിലാണോ, ഇനി രാജ്യം തന്നെ വിട്ടുപോയോ എന്ന് പോലും അറിയില്ല. ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഹീറോയിസം കാണിക്കാൻ വേണ്ടി ലൈവിൽ വരെ വന്നു. ഇറാൻ്റെ ഡ്രോണുകൾ പതിച്ചിട്ടുള്ള സ്ഥലത്തോട്ട് വന്നിട്ട് വലിയ ഹീറോയിസം കാണിച്ചു പോയിട്ടുള്ള ആളാണ്. പിന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ലൈവ് പോയിട്ട് ആളുടെ പൂച്ച കിടന്നിടത്ത് പൂട പോലും ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അകത്തെ ബങ്കറുകളുടെ അവസ്ഥ. ഏത് രീതിയിലാണ് ഇസ്രായേലികൾ ബങ്കറിൻ്റെ അകത്ത് ഒളിച്ചിരുന്നിട്ട് അവരെ കൊണ്ട് ഇത് സാധിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് രൂപമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് മാക്സിമം ഷെയറിലോട്ട് കൊടുത്ത് മാക്സിമം ആളുകളെടുത്തോട്ട് ഈ വാർത്ത ഷെയർ ചെയ്യാൻ നോക്കുക. യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും പുറത്തോട്ട് വരുന്നില്ല എന്ന് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ലൈവുകളിലും അല്ലാത്ത വീഡിയോകളിലും എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇസ്രായേലിന് വരുന്ന ന്യൂസുകളെല്ലാം സെൻസർ ചെയ്തിട്ടാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലെ മാധ്യമങ്ങൾ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളുടെ യഥാർത്ഥ നാശനഷ്ടങ്ങൾ പുറത്ത് വിടുന്നില്ല എന്നാണ് പല വിദഗ്ധരും ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മിസൈൽ വീണ സ്ഥലങ്ങളുടെ ദൃശ്യങ്ങൾക്ക് പകരം അതിനടുത്തുള്ള കോഫി ഷോപ്പുകൾ കാണിച്ചിട്ട് ഇവിടെ ഏത് സമയത്തും നിങ്ങൾക്ക് ടെലവീവിൽ വന്നാൽ നല്ലൊരു കോഫി കുടിച്ച് പോകാം എന്ന രീതിയിൽ കാണിക്കുന്ന പത്രക്കുറിപ്പുകൾ വരെ ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആളുകൾ പുറത്തോട്ട് എക്സ്പോസ്റ്റുകളിലും മറ്റ് പല സ്ഥലങ്ങളിലും കാണിക്കുന്നുണ്ട്. ഏതൊരു ക്ലിപ്പുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇസ്രായേലിൽ ഒരു പ്രശ്നങ്ങളുമില്ല, വളരെ സുഖമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തകൾ നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷേ മറ്റ് ചില പ്ലാറ്റ്ഫോമുകളിൽ യഥാർത്ഥ ഇസ്രായേലിൽ നടക്കുന്ന അവസ്ഥകൾ അവർ തുറന്നു കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ പത്രമാധ്യമങ്ങളൊന്നും ഇതൊന്നും അത്ര കാര്യമായിട്ട് എടുത്ത് ഇതിൻ്റെ ഫാക്ട് ചെക്കുകൾ നടത്തിയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥത്തിൽ അവസ്ഥകൾ എത്രത്തോളാണെന്നുള്ളത് പുറത്ത് കാണിക്കുന്നില്ല. കൂടുതൽ നമ്മൾ മിഡിൽ ഈസ്റ്റിലോട്ടാണ് നോക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു, അവിടെ പൊട്ടി ഇവിടെ പൊട്ടി. കാരണം കൂടുതൽ ആക്സസ് പോയിന്റ് നമുക്ക് അങ്ങോട്ടുണ്ട്. അവിടുന്ന് വാർത്തകൾ ഒരുപാട് പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ നടക്കുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. മൊത്തം കത്തി നശിച്ച് ബങ്കറുകളിൽ പോലും ശ്വാസം കിട്ടാണ്ട് ആളുകൾ മരിച്ചു വീഴുന്നു എന്നാണ് അവിടുന്ന് പല ആളുകളും പുറത്തോട്ട് വന്ന് ഇപ്പോൾ പറയുന്നത്. 165ഓളം കുട്ടികളെ കൊന്ന് കുരുതി കൊടുത്തിട്ടായിരുന്നു ഇസ്രായേൽ അവരുടെ യുദ്ധം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ആ കുട്ടികളുടെ കബറടക്കുന്ന ദൃശ്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ആകാശ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടില്ലേ. അതുപോലെ തന്നെ ഇസ്രായേലിൽ മരിച്ചു വീഴുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കബറടക്കുന്നതിൻ്റെ ചില ദൃശ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. ഇറാൻ്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ ബെയ്റ്റ് ഷമേലിൽ നടത്തിയിട്ടുള്ള മിസൈൽ ആക്രമണത്തിൻ്റെ റിപ്പോർട്ടാണ് ഈ ഒരു വീഡിയോ. ഇറാനിലെ IRGC മധ്യ ഇസ്രായേലിലെ ബെയ്റ്റ് ഷമേലീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഈ ആക്രമണത്തിൽ അവിടെ 9-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടതായിട്ട് പറയുന്നത്. ഡസൻ കണക്കിലെ ആളുകൾക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വരുന്നത്. യഥാർത്ഥ മരണസംഖ്യ കറക്റ്റായിട്ട് പുറത്തോട്ട് വന്നില്ല. 9 എന്നാണുള്ള സ്ഥിരീകരണം. ഇതിൽ തന്നെ ആക്രമണത്തിൽ ഒരു കേന്ദ്രത്തിലോട്ടുള്ള ആക്രമണത്തിൽ ഭയന്നിട്ട് അതിൻ്റെ ഒരു ഷെൽട്ടർ ഒരു ബങ്കറിൻ്റെ വാതിലടയ്ക്കാൻ വന്ന ഒരു 16 വയസ്സുള്ള ഒരു കുട്ടിയുടെ മരണ വാർത്തയാണിത്. അതായത് ഈ കുട്ടിയുടെ മരണം കഴിഞ്ഞ് ആളിനെ ശവമടക്കുന്ന കബറെടുക്കുന്ന വീഡിയോസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആക്രമണ സമയത്ത് ഒരു ബങ്കറിൻ്റെ വാതിലടയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പയ്യനും അവൻ്റെ അമ്മയും മരിച്ചതിൻ്റെ അല്ലെങ്കിൽ അവരുടെ കബറടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മരണത്തിന് ഇസ്രായേലി ജനത പറയുന്നത് സമൂഹത്തിന് വേണ്ടി ബലി നൽകിയാൽ ബലി അർപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലികൾക്ക് അവരുടെ ദൈവത്തിന് വേണ്ടിയിട്ട് ബാൽ എന്ന് പറഞ്ഞിട്ടുള്ള ദൈവത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ കുരുന്ന് പെൺകുട്ടികളെയും മറ്റുള്ള കുട്ടികളെയും ഈ ബലി കൊടുക്കുന്ന ഒരു സംവിധാനം വരെ ഇസ്രായേലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള
ഒരു ബലി മാത്രമാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് സ്വയം ബലി അർപ്പിക്കപ്പെട്ടു എന്നാണ് ഈ ഇസ്രായേലി ജനത ഈ ഒരു മരണത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഇതുപോലെ കൂട്ടത്തിൽ ഒരുപാട് പേര് അവിടെ മരിച്ചു വീഴുന്നുണ്ട്. മരിച്ചു വീഴുന്നവരെല്ലാം അവരുടെ ദൈവത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിന് വേണ്ടി ബലി കൊടുത്തതായിട്ട് കണക്കാക്കുന്ന ജനതയാണ് ഇസ്രായേലിലെ ഒരു വലിയ വിഭാഗം ജനത. ആള് മാത്രമല്ല, ഈ 16 വയസ്സുള്ള ഒരു കുട്ടിയാണ് റോണിക് എലി മെലക്, അവൻ്റെ മാതാവ് സാറ. ഈ രണ്ടുപേരെയും മരിച്ചതിൻ്റെ കബറടക്കുന്ന സീനുകളാണിത്. 16 വയസ്സായിട്ടുണ്ട് ഈ കുട്ടിക്ക്. ഇവരാണ് ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. അതുമാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളിലും ഒരുപാട് പേര് പരിക്കേറ്റതായിട്ടും മരണപ്പെട്ടതായിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തു വരുന്നുണ്ട്. മറ്റൊരു ആക്രമണത്തിൽ ബീർഷബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് മിസൈൽ ആക്രമണത്തിൽ 35 നിലയുള്ളൊരു കെട്ടിടം തന്നെ തകർന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും ഭയങ്കര രൂക്ഷമായിട്ടുള്ള ആക്രമണം ഇറാൻ അയച്ചുവിട്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ബങ്കറുകളുടെ അവസ്ഥ, ഇസ്രായേലിലെ ബങ്കറുകളുടെ അവസ്ഥനെ പറ്റി നമ്മളൊന്ന് സംസാരിക്കണം. അതായത് അവിടുന്ന് വരുന്ന വാർത്തകൾ സെൻസർഷിപ്പ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അവിടുന്ന് വരുന്ന വാർത്തകൾ സെൻസർഷിപ്പ് ചെയ്യുന്നുണ്ട്, ഒന്നും പുറത്തോട്ട് വരുന്നില്ല. യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പം ബങ്കറിൽ കഴിയുന്നത്. പക്ഷേ ഒരു കോടി ആളുകളോളമാണ് ഇസ്രായേലിലുള്ളത്. അതിൽ 35 ലക്ഷം പേർക്ക് ഇപ്പോഴും ബങ്കറുകൾ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് 35 ലക്ഷം ആളുകൾ ഇപ്പോഴും ബങ്കർ സൗകര്യങ്ങൾ ഇല്ലാണ്ടാണ് ഇസ്രായേലിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് അറബ് വംശജർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ബങ്കറുകൾ ഒരുപാട് ഇല്ല. അവരുടെ സുരക്ഷാ സംവിധാനങ്ങളും വളരെ കുറവാണ് എന്നാണ് ഇസ്രായേലിൽ നിന്ന് പല ആളുകളും ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഇസ്രായേലിൻ്റെ അവിടെ ഒരു സൈറം വരുന്ന സമയത്ത് നമുക്കറിയാം, ഇതുപോലത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഇതാണ് ഇസ്രായേലിൻ്റെ ബങ്കർ ആപ്ലിക്കേഷൻ, ഷെൽട്ടർ ആപ്ലിക്കേഷൻ. അതായത് പെട്ടെന്ന് സൈറം വരുമ്പോൾ അവർ നിൽക്കുന്നതിൻ്റെ നിയറസ്റ്റ് എവിടെയൊക്കെയാണ് ബങ്കർ ഉള്ളതെന്ന് ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണിക്കും. ഈ ഒരു മിസൈൽ വരുമ്പോഴേക്കും അവർ അതിനുള്ളിൽ ഒളിക്കണം. ഇതാണ് അവസ്ഥ. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റാണ്ടാണ് ഇസ്രായേലികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ. അപ്പോൾ ഇത്രയും പേരുകൾ അവിടെ ഒരു സുരക്ഷയില്ലാണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിലോട്ടൊക്കെ ബോംബ് പോകുമ്പോൾ എത്ര പേര് അവിടെ മരിക്കുന്നുണ്ട്, മിസൈൽ വീഴുന്ന സമയത്ത് എത്ര പേര് മരിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പോലും ഇസ്രായേലിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് വരുന്നില്ല എന്നതാണ് അതിൻ്റെ സത്യം. നമുക്കറിയാം, ബെൻ ഗുറിയൻ എന്ന് പറഞ്ഞിട്ടുള്ള വിമാനത്താവളം അടച്ചിട്ടിട്ട് ദിവസങ്ങളായി. അതിലോട്ടാണ് ഇറാൻ്റെ കൊറംഷെയർ പോലത്തുള്ള മറ്റ് മിസൈലുകൾ വീണ് ആ ഒരു കംപ്ലീറ്റ് അവിടുത്തെ വ്യോമപാതകൾ അടച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ ഇത്രയും വലിയ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളിവിടെ സേഫാന്ന് പറഞ്ഞാൽ പോലും അവിടുത്തെ വൺ ഓഫ് ദ അത്രയും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു എയർപോർട്ട് വരെ അടച്ചിട്ടിരുന്ന് കംപ്ലീറ്റ്ലി അടച്ചിട്ട് എല്ലാവരും അകത്ത് ഒളിച്ചിരിക്കേണ്ട ഒരു കൺട്രിയുടെ അകത്ത് മൊത്തം ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇപ്പം ഇസ്രായേലികൾ. ഇതേ സ്ഥാനത്ത് നമ്മൾ ഇറാനികൾ എടുത്തു കഴിഞ്ഞാൽ, തങ്ങളുടെ പരമോന്നത നേതാവായിട്ടുള്ള ഖാംനി മരിച്ച സമയത്ത് ഇറാനികൾ ഇത്രയും വലിയ യുദ്ധം നടക്കുമ്പോഴും കൂട്ടത്തോടെ ഇറാൻ്റെ തെരുവിൽ വന്ന് നിസ്കരിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇസ്രായേലികളും ഇറാനികളും തമ്മിലുള്ള വ്യത്യാസം. അവരെ നയിക്കുന്ന നേതാക്കളുടെ വ്യത്യാസങ്ങളുമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബങ്കറിൻ്റെ അകത്തും ബങ്കറിൻ്റെ പുറത്തും ഇവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത്. ഇത് മാത്രമല്ല, ഒരുപാട് ഇങ്ങനത്തെ ന്യൂസുകളും വാർത്തകളും ഉണ്ട്. പക്ഷെ നമുക്ക് ഒരുപാടൊന്നും നമ്മുടെ അടുത്തോട്ട് എത്തുന്നില്ല. എത്തിയ ചില കാര്യങ്ങൾ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇങ്ങനത്തെ വാർത്തകൾ നിങ്ങൾക്ക് കൂടുതൽ കാണണം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും വെച്ചോളാം. ഇങ്ങനത്തെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇനി വരുന്ന വീഡിയോകളിലും ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.